بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين والصلاة والسلام على أشرف المخلوقين وعلى آله وصحبه أجمعين. اللهم اغفر لنا ولوالدينا ولمشايخنا ولأساتذتنا ولتلاميذنا ولمصنف الكتاب ولشرائه ولجميع المسلمين والمسلمات. اللهم علمنا ما ينفعنا وانفعنا بما علمتنا وزد لنا علما إنك أنت العليم الحكيم. കഴിഞ്ഞ ഹദീസിൻ്റെ അവസാനം, അതായത് വാറ ഹിറായിൽ ഇഖ്റ ഇറങ്ങിയതിന് ശേഷം ഖദീജ ബീവി വറക്കയുടെ അടുക്കൽ കൊണ്ടുപോയ സംഭവമൊക്കെ കഴിഞ്ഞതിന് ശേഷമുള്ള ഹദീസിൻ്റെ അവസാനം പറഞ്ഞു, ഓ ഫത്തറൽ വഹിയു, പിന്നീട് വഹി കുറച്ച് മുറിഞ്ഞുപോയി. കുറച്ച് കഴിഞ്ഞതിന് ശേഷമാണ് പിന്നീട് വഹി ഉണ്ടാവുന്നത്. ആ സംഭവത്തെക്കുറിച്ച് സൂചിപ്പിക്കുകയാണ് അടുത്ത ഹദീസിൽ. എത്ര കാലമാണ് വഹി മുറിഞ്ഞു പോയത്? ഇഖ്റഇൻ്റെ ശേഷം പിന്നീട് യാ അയ്യുഹൽ മുദ്ദസ്സിർ എന്ന് പറയുന്ന ആ മുദ്ദസ്സിർ സൂറത്താണ് ഇറങ്ങിയത് എന്നതാണ്. അതെത്ര കഴിഞ്ഞാണ് ഇറങ്ങുന്നത് എന്നതിൽ ചില അഭിപ്രായങ്ങളൊക്കെ ഉണ്ട്. 2.5 കൊല്ലം കഴിഞ്ഞാണ് എന്ന് പറഞ്ഞവരുണ്ട്. ഇബ്നു അബ്ബാസിനെ തൊട്ട് ഒരു റിവായത്തുണ്ട്, അത് കുറഞ്ഞ ദിവസങ്ങളെ ഉണ്ടായിരുന്നുള്ളൂ എന്ന്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് പിടികൂടിയ ആ ഭയം ഇല്ലാതാകുന്ന അത്രയും കാലം, കുറഞ്ഞ കാലമേ വേണ്ടി വന്നിട്ടുള്ളൂ എന്ന്. അത് കഴിഞ്ഞതിന് ശേഷം ഇറങ്ങിയിട്ടുണ്ട്. അത് സംബന്ധമായിട്ട്, ഇറങ്ങിയതിന് സംബന്ധമായിട്ടുള്ള ഒരു ഹദീസാണ് 4ാമത്തെ ഹദീസായി കൊടുത്തിരിക്കുന്നത്. ഖാല ഇബ്നു ശിഹാബിൻ വ അഖ്ബറനി അബൂ സലമത്ത് ഇബ്നു അബ്ദുർ റഹ്മാൻ അന്ന ജാബിർ ബിൻ അബ്ദില്ലാഹി അൽ-അൻസാരിയ ഖാൽ വഹുവ യുഹദ്ദിസു അൻ ഫത്രത്തിൽ വഹി ഫഖാല ഫീ ഹദീസിഹി ബൈനാ അന അംശി ഇദ് സമിഅതു സൗതൻ മിനസ് സമാഇ ഫറഫഅതു ബസരി ഫഇദനിൽ മലക്കുല്ലദീ ജാഅനി ബിഹിറായിൻ ജാലിസുൻ അലാ കുർസിയ്യിൻ ബൈനസ് സമാഇ വൽ അർള് ഫറുഇബ്തു മിൻഹു ഫറജഅതു ഫഖുൽതു زملوني فأنزل الله تعالى يا أيها المدثر قم فأنذر وربك فكبر وثيابك فطهر والرجز فاهجر فحمي الوحي تابعه عبد الله بن يوسف وأبو صالح وتابعه هلال بن رداد عن الزهري وقال يونس بن معمر بوادره صدق رسول الله. ഇതിൻ്റെ ചുരുക്കം, ഇബ്നു ശിഹാബാണ് ഇത് റിവായത്ത് ചെയ്യുന്നത്. ഇബ്നു ശിഹാബിനെ കുറിച്ച് നമ്മൾ നേരത്തെ പറഞ്ഞു. ഇബ്നു ശിഹാബ് ജദ്ദിലേക്ക് ചേർത്തുകൊണ്ടാണ് ഇബ്നു ശിഹാബിനെ പരിചയപ്പെടുത്തിയിരിക്കുന്നത് എന്ന് പറഞ്ഞു. ഇവിടെ കാലബിന് ഷിഹാബിൻ വ അഖ്ബറനി അബൂ സലമ, അത്തഫിൻ്റെ ബാബിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. വ അഖ്ബറനി.
അപ്പം നേരത്തെ ഉള്ള റിവായത്ത് അൻ ഉറുവയാണ്. ഇബ്നു ശിഹാബ് ഉറുവയെ തൊട്ടാണ്. അപ്പോൾ ഇബ്നു ശിഹാബിന് 2 തരീഖുമുണ്ട്. അബൂ സലമയെ തൊട്ടുമുണ്ട്, ഉറുവയെ തൊട്ടുമുണ്ട് എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് വ അഖ്ബറനി അത്ഫിൻ്റെ വാവ് കൊടുത്തിരിക്കുന്നത്. അബൂ സലമ എന്ന് പറയുന്ന ആള് അദ്ദേഹം അബ്ദുല്ലാഹിബിന് അബ്ദുർ റഹ്മാൻ ബിനു ഔഫിൽ മുത്തവഫാബിൽ മദീന സനത്ത 94 മദീനയിൽ വഫാത്തായ അബൂ സലമ എന്ന് പറയുന്ന ആൾ അബ്ദുല്ലാഹിബിൻ അബ്ദുർ റഹ്മാൻ ബിൻ ഔഫാണ്. അദ്ദേഹത്തെ തൊട്ടാണ് റിവായത്ത്. അന്ന ജാബിർ ബിൻ അബ്ദില്ലാഹ് ഇബ്ൻ അംദിൽ അൻസാരിൽ ഖസ്റജിൽ മുതവഫ ബഅദ അൻ നമിയ സനത 78. ജാബിർ റളിയല്ലാഹു അൻഹു തൊട്ടാണ് അദ്ദേഹം റിവായത്ത് ചെയ്യുന്നത്. ജാബിറിൻ്റെ പേര് അബ്ദുല്ലാഹ് ഇബ്ൻ അംദിൽ അൻസാരിയാണ്, ഖസ്റജി ഗോത്രക്കാരനാണ്. അദ്ദേഹം കുറേ പ്രായം കൂടി കണ്ണൊക്കെ കാണാതായതിനു ശേഷം 78 ഹിജറ 78 അദ്ദേഹം വഫാത്താവുന്നത്. മദീനയിലാണ് വഫാത്ത്. മദീനയിൽ സഹാബാക്കളുടെ കൂട്ടത്തിൽ അവസാനമായിട്ട് വഫാത്തായ ആളാണ് അദ്ദേഹം എന്നുകൂടെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അദ്ദേഹത്തിന് ധാരാളം ഹദീസുകൾ ഉള്ള, നേരത്തെ പറഞ്ഞിട്ടുണ്ട്, ധാരാളം ഹദീസുകൾ റിവായത്ത് ചെയ്യുന്ന 6 പേര്, അവരിൽപ്പെട്ട ഒരാൾ കൂടിയാണ്. 1540 ഹദീസുകൾ അദ്ദേഹത്തെ തൊട്ട് റിവായത്ത് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അദ്ദേഹം പറയുകയാണ്, വഹി മുറിഞ്ഞതിനെ സംബന്ധിച്ചിടത്തോളം, വഹി നിന്നുപോയതിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം പറയുകയാണ്, അദ്ദേഹത്തിൻ്റെ ഹദീസിൻ്റെ നേരത്തെയുള്ള ഹദീസിൻ്റെ തുടർച്ചയിലായിക്കൊണ്ടാണ് പറയുന്നത്. ബൈന അന അംസി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ഞാനങ്ങനെ ആ സംഭവം കഴിഞ്ഞ് ഒരു ദിവസം ഇങ്ങനെ നടക്കുമ്പം ഈ സമയത്ത് സൗത്തം മിനസ്സമായി, ആകാശത്തിൽ നിന്നൊരു ശബ്ദം കേട്ടു. ഇതിനെ സംബന്ധിച്ചാണ് പിന്നെ കുറേ ദിവസങ്ങൾ കഴിഞ്ഞതിന് ശേഷം, അല്ലെ 2.5 കൊല്ലം കഴിഞ്ഞതിന് ശേഷം എന്നൊക്കെ പറയുന്നത്. അതേതോ ആവട്ടെ, ഈ ശബ്ദം കേട്ടു ആകാശത്തുനിന്ന്. അപ്പോൾ ഫറഫഅതു ബസരി, അപ്പം ഞാൻ മേലോട്ട് ഉയർത്തി, എൻ്റെ കണ്ണുയർത്തി നോക്കി. ഫൈദനിൽ മലക്കുല്ലദീ ജാഅനി ബിഹിറായിൻ, അപ്പം നമ്മൾ നേരത്തെ കണ്ട മുമ്പരുണ്ടല്ലോ, ഇഖ്റവും കൊണ്ടുവന്നൊരു മനുഷ്യൻ, ആ മലക്ക് ജാലിസുൻ അലൽ കുർസി ബൈനസ്സമായി വല്ലാളി, ഹവയിൽ ആകാശത്തിൻ്റെയും ഭൂമിൻ്റെയും ഇടയ്ക്ക് ഇങ്ങനെ കസാലിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. അങ്ങനെ ഞാൻ കണ്ടത്. അപ്പം മൂപ്പരക്കാണ് നേരത്തെ കണ്ടപ്പോൾ പേടിച്ചിണല്ലോ. അപ്പോൾ ആ പേടി ഇപ്പോഴും മനസ്സിൽ വന്നു. ഫറുഇബ്തു മിൻഹു, ഞാൻ അദ്ദേഹത്തോട്ട് പേടിച്ചു. ഫറജഅതു, ഞാൻ വേഗം മടങ്ങിപ്പോയി. നമ്മളെ ഖദീജ ബീവിൻ്റെ അടുക്കലേക്ക് മടങ്ങിപ്പോയി. ഫഖുൽതു സമ്മിലൂനി, അപ്പോഴും എനിക്ക് പേടി പിടിച്ച് വിറക്കാനും പനിക്കാനും ഒക്കെ തുടങ്ങി. അപ്പം പുതക്കാൻ പറഞ്ഞു. അങ്ങനെ പുതച്ചിട്ട് കിടക്കുമ്പോഴാണ് പിന്നത്തെ ഖുർആൻ ഇറങ്ങുന്നത്. അതാണ് ഫഅൻസലല്ലാഹു തആല യാ അയ്യുഹൽ മുദ്ദസ്സിർ ഖും ഫഅൻദിർ. ഇപ്പോൾ പണ്ടത്തെ മാതിരിയല്ല. പണ്ട് ഇഖ്റ ഇറങ്ങിയപ്പം ഉത്തരവാദിത്വമൊന്നുമില്ലായിരുന്നു. ആദ്യം തുടങ്ങുകയാണ്. അത് ഇറങ്ങിയോടുകൂടെ പ്രവാചകനായി വലിയ ഉത്തരവാദിത്വമായി. ആ ഉത്തരവാദിത്വം ഏൽപ്പിക്കുന്ന ഒരു വചനം കൂടിയാണിത്. യാ അയ്യുഹൽ മുദ്ദസ്സിർ, പൊതച്ചു മൂടിക്കിടക്കുന്നവൻ എന്ന് തന്നെയാണ് അതിൻ്റെയും അർത്ഥം. വസ്ത്രം കൊണ്ട് പൊതച്ചവനെ. ജമ്മിലൂനി എന്ന് പറഞ്ഞാലും അത് തന്നെ. കും ഫഅൻദിർ, എന്താ അപ്പം ഇങ്ങനെ കിടക്കുക, വലിയ പണിയൊക്കെ വെച്ചിട്ട് ഇങ്ങനെ പൊതച്ചിട്ട് കൂടി കിടക്കുകയാണ്. മുദ്ദസ്സിർ എന്ന് പറയുന്നതിന് മുഫസ്സിരീങ്ങളിൽ ചിലർ പുതപ്പ് വസ്ത്രം കൊണ്ട് പുതക്കുന്നതിനാണ് അത് പറയലെങ്കിലും വലിയ ഭാരം പുതച്ച് കിടക്കുകയാണ്. ഇപ്പം വലിയ ഭാരമാണ്, നുബുവത്തിൻ്റെ ഭാരം, തബ്ലീഗിൻ്റെ ദഅവത്തിൻ്റെ ഭാരം. ആ ഭാരം പുതച്ച് കിടക്കുന്നവനെ ഉത്തരവാദിത്വം നിർവഹിക്കാൻ വേണ്ടി എഴുന്നേൽക്കുക. ഫഅൻദിർ, എന്നിട്ട് ഉത്തരവാദിത്തത്തിലേക്ക് നീങ്ങുക. അൻദിർ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ ശിക്ഷയെ മുന്നറിയിപ്പ് നൽകുക. നിങ്ങൾ ഈ നിലയ്ക്ക് പോയാൽ അള്ളാഹുവിൻ്റെ ശിക്ഷ നിങ്ങൾക്ക് ലഭിക്കും. അള്ളാഹുവിൻ്റെ റസൂൽ ബഷീറും നദീറുമാണ്. ബഷിർഹു ബിൽ ജന്ന ഒബി സവാബി, അള്ളാഹുവിൻ്റെ മഹത്തായ പ്രതിഫലം കൊണ്ടൊക്കെ തബ്ശീർ ചെയ്യും, ബിശാറത്ത് നടത്തും.
അതേ പ്രകാരം ഇൻദാർ നടത്തും. അള്ളാഹുവിൻ്റെ ഇക്കാബ് കൊണ്ട്, നരകം കൊണ്ടൊക്കെ ഇൻദാറും നടത്തും. അതുകൊണ്ടാണ് നദീറും ബഷീറും ആയത്. ഇവിടക്കും ഫഅൻദിർ എന്ന് മാത്രമാണ് പറഞ്ഞത്. ഫഅൻദിർ എന്ന് പറഞ്ഞാൽ ഈ ജനങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിയോഗിക്കപ്പെട്ടിട്ടല്ലേ ഉള്ളൂ. ഈ ജനങ്ങൾക്ക് മാർഗദർശനം കിട്ടിയിട്ടില്ല. ഇപ്പോൾ അവർ നടക്കുന്ന വഴിയൊക്കെ ഇൻദാറിൻ്റെ വഴിയാണ്. അവരെ ഭീതിപ്പെടുത്തേണ്ട വഴിയാണ്. കള്ളുകുടി, വ്യഭിചാരം, ബിംബാരാധന തുടങ്ങിയ ദുഷ്ടപ്രവൃത്തികളിൽ ഏർപ്പെട്ടവരായതുകൊണ്ടാണ് ഫഅൻദിർ എന്ന് പറഞ്ഞതെന്ന് മുഫസ്സിരീങ്ങൾ എടുത്തു പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ അത് ആ ആയത്തിൻ്റെ ആ സൂറത്തിൻ്റെ തല വറുജിത ഫഹ്ജുർ വരെയാണ് ഇറങ്ങിയത്. അത് നമുക്കറിയാം. അതിൻ്റെ അർത്ഥം നമുക്കറിയാം. അതിൻ്റെ അർത്ഥം വറബ്ബക ഫക്കബ്ബിർ, തങ്ങളുടെ റബ്ബിനെ തങ്ങൾ മഹത്വപ്പെടുത്തുക എന്ന് തങ്ങളെ മുൻനിർത്തി, അള്ളാഹുവിനെ മുൻനിർത്തിക്കൊണ്ടാണ് തങ്ങൾ ഈ പ്രവർത്തനം ഇറങ്ങേണ്ടത്. അള്ളാഹു ആണ് എല്ലാറ്റിൻ്റെയും ഉടമയും എല്ലാറ്റിൻ്റെയും അധികാരിയും അത് തദ്ബീർ ചെയ്യുന്നവനും അള്ളാഹു ആണെന്ന് ജനങ്ങളെ ബോധിപ്പിക്കണം. തങ്ങൾക്ക് ബോധ്യമാണ്, അതോടുകൂടെ ജനങ്ങളെ ബോധിപ്പിക്കണം. അള്ളാഹുവിനെ കുറിച്ചാണ് ആദ്യം പറയേണ്ടത് എന്നർത്ഥം. ദൈവത്തിൽ ആദ്യമായിട്ട് നമ്മളെ കുട്ടികളെ പഠിപ്പിക്കേണ്ട അങ്ങനെയാണല്ലോ. നമ്മൾ മദ്രസയിലെ കുട്ടികളെ പഠിപ്പിക്കുന്നവർ 10 പറഞ്ഞിട്ടില്ലേ, അള്ളാഹുവിനെയും പിന്നെ റസൂലിനെയും ഒക്കെ പഠിപ്പിക്കലാണ് ആദ്യമായിട്ട് പഠിപ്പിക്കേണ്ടത്. അത് തന്നെയാണ് ഇവിടെ തുടർന്നിരിക്കുന്നത്. വറബ്ബക ഫക്കബ്ബിർ വസിയാബക ഫതഹിർ. ശുദ്ധീകരണം വേണം. മനസ്സ് ശുദ്ധീകരിക്കണം, ശരീരം ശുദ്ധീകരിക്കണം, വസ്ത്രങ്ങളും സ്ഥലങ്ങളും പരിസരങ്ങളും ശുദ്ധീകരിക്കണം. എല്ലാം ശുദ്ധിയാണ്. അത്തഹൂർ നിസ്ബുൽ ഈമാനാണ്. ശുദ്ധി ഈമാനിൻ്റെ പകുതിയാണ് എന്ന് പറഞ്ഞതുകൊണ്ടാണ് അള്ളാഹു തആല ആദ്യമായിട്ട് കൽപ്പിക്കുന്നതും അതാണ്, ശുദ്ധിയാക്കാൻ വേണ്ടി. സിയാബ് എന്ന് പറഞ്ഞതിന് വസ്ത്രം നമ്മൾ അങ്ങനെയാണ് പറയാന്നുള്ള നിലക്കാണ്. അതിൻ്റെ എല്ലാ ഭാഗങ്ങളിലേക്കും കടന്നുകൊണ്ട് ശുദ്ധിയാക്കണം. ആത്മശുദ്ധീകരണം വേണം. തസ്കിയത്തിന് വേണ്ടിയിട്ടാണല്ലോ റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അയച്ചിരിക്കുന്നത്. ഹുവല്ലദീ ബഅസ ഫിൽ ഉമ്മയ്യീന റസൂലൻ മിൻഹും യത്ലു അലൈഹിം ആയാതിഹി വയുസക്കിഹിം വയുഅല്ലിമുൽ കിതാബ വൽ ഹിക്മ എന്ന് പറഞ്ഞതിന് താല്പര്യം അതാണല്ലോ. ഖുർആനൊക്കെ ഓതി അവരെ പഠിപ്പിച്ചതിന് ശേഷം അവർ തസ്കിയത്ത് ചെയ്യണം. ഇപ്പോഴുള്ള ആ സംസ്കൃതിയിൽ നിന്ന് മാറ്റി ഒരു ശുദ്ധമായ സംസ്കൃതിയിൽ നല്ലൊരു മനുഷ്യരാക്കി മാറ്റണം. അത് റസൂലുള്ളാഹി മാറ്റിയിട്ടുണ്ട്. അങ്ങനെ ചരിത്രം പരിശോധിച്ച് നമുക്ക് പലതും കാണാം. പരസ്പരം കടിച്ചു കീറി കൊല നടത്തിയിരുന്ന, ഹക്കും ബാത്തിലുമില്ലാതെ ജീവിച്ചിരുന്ന ജനങ്ങളെയൊക്കെ വളരെ പരിശുദ്ധവാന്മാരാക്കി ലോകത്തിൻ്റെ മുമ്പിൽ അവതരിപ്പിക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സാധിച്ചിട്ടുണ്ടല്ലോ. അതിൻ്റെ തുടക്കം ഇതാണ്. വസിയാബക ഫതഹിർ വറുജിസ ഫഹ്ജുർ. വറുജിസ ഫഹ്ജുർ, റുജിസ എന്നുണ്ട്, റിജിസ എന്നുണ്ട്. റുജിസ് എന്നാണെങ്കിൽ അൽ അസ്നാം, ഇപ്പം ഇവരാരാധിച്ചു കൊണ്ടിരിക്കുന്ന വൃത്തികേട്, അതായത് ബിംബാരാധന എന്നും മുഫസ്സിരീങ്ങൾ എടുത്തിരിക്കുന്നു. റിജിസ് എന്നാണെങ്കിൽ അദാബിന് കാരണമാകുന്ന തെറ്റുകുറ്റങ്ങൾ, എല്ലാ തെറ്റുകുറ്റങ്ങളും പെട്ടു. അതിനെ ഫഹ്ജുർ, അതിനെ ഒഴിവാക്കണം, വെടിയണം എന്നാണ് അള്ളാഹു റസൂലിനോട് ആദ്യമായി കൽപ്പിക്കുന്നത്. ദൈവത്തിൻ്റെ ആദ്യ മുഖം അത് തന്നെയാണ്. ഇതിലേക്കാണ് ദൈവത്ത് വേണ്ടത് എന്നുകൂടെ ഈ സൂറത്തിൻ്റെ ആദ്യ ഭാഗത്ത് നമുക്ക് മനസ്സിലാക്കാം. അങ്ങനെ വഹി നിർന്നതിന് ശേഷം പിന്നീട് ഇറങ്ങിയ ഈ ഭാഗം, അതിറങ്ങലോടുകൂടെ ഫഹമിയൽ വഹയു, പിന്നെ വഹി ചൂടായി എന്ന് പറഞ്ഞാൽ ഒത്തത്താബ ഒസ്തമറ ഒത്തവാത്തറ എന്നൊക്കെ പല വിഭാഗത്തിലുണ്ട്. ഒത്തവാത്തറ എന്ന് മറ്റൊരു വിഭാഗത്തിലുണ്ട്. അതങ്ങനെ തുടർന്നു. പിന്നീട് വഹി 23 കൊല്ലം ആവശ്യാനുസരണം അങ്ങനെ തുടർന്നു എന്നാണ് ഇതിൻ്റെ താല്പര്യം. ഇനി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വഹി വരുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എങ്ങനെയാണ് അതിനെ സ്വീകരിക്കുക എന്നുള്ളത് സംബന്ധിച്ച് വിവരിക്കുന്ന ഒരു ഹദീസാണ് 5-ാമത്തെ ഹദീസ്. അതിപ്രകാരമാണ്: ഹദ്ദസന മൂസ ബിൻ ഇസ്മാഈല قال حدثنا أبو عوانة قال حدثنا موسى بن أبي عائشة قال حدثنا سعيد بن جبير عن ابن عباس في قوله تعالى لا تحرك به لسانك لتعجل به قال كان رسول الله صلى الله عليه وسلم يعالج من التنزيل شدة وكان مما يحرك شفتيه. وقال ابن عباس
فأنا أحركهما لكم كما كان رسول الله صلى الله عليه وسلم يحركهما. وقال سعيد أنا أحركهما كما رأيت ابن عباس يحركهما فحرك شفتيه. فأنزل الله تعالى لا تحرك به لسانك لتعجل به إن علينا جمعه وقرآنه. سورة القيامة 17 آية. قال جمعه لك في صدرك وتقرأه فإذا قرأناه فاتبع قرآنه. قال فاستمع له وأنصت ثم إن علينا بيانه ثم إن علينا أن تقرأه. وكان رسول الله صلى الله عليه وسلم بعد ذلك إذا أتاه جبريل استمع فإذا انطلق جبريل قرأه النبي صلى الله عليه وسلم كما قرأه. ഇതാണ് അത് സംബന്ധമായിട്ടുള്ള ഒരു ഹദീസ്. അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഹി വരുന്ന സമയത്ത് ജിബ്രീൽ അലൈഹിസ്സലാം ഓതി കേൾപ്പിക്കുന്ന സമയത്ത് അത് ഹൃദയത്തിൽ ഉറക്കണം, മറന്നു പോകരുത് എന്ന നിലയ്ക്ക് ധൃതി കൂട്ടുമായിരുന്നു. ജിബ്രീൽ പറയുന്നതോടുകൂടെ തന്നെ അതിങ്ങനെ പറഞ്ഞ് പഠിക്കാൻ വേണ്ടി ശ്രമിക്കുമായിരുന്നു. അത് നബിക്ക് വലിയ വിഷമായി, ബുദ്ധിമുട്ടായിരുന്നു. കാരണം ഭയവും അതുപോലെ ഉത്തരവാദിത്തത്തെ സംബന്ധിച്ചുള്ള ബോധമൊക്കെ ഉണ്ടാകുമ്പം ജിബ്രീൽ നിങ്ങൾ പറഞ്ഞു പോയാൽ പിന്നെ എൻ്റെ മനസ്സിൽ നിൽക്കണമല്ലോ, ഇത് ഖിയാമ വരെ നിലനിൽക്കേണ്ട ഒരു സാധനമാണല്ലോ. ആ നിലക്ക് വളരെ വിഷമിക്കുമായിരുന്നു. ആ നിലക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജിബ്രീലിൻ്റെ കൂടെ തന്നെ അതിങ്ങനെ ഓതി വിഷമിക്കുന്നത് കണ്ടപ്പോൾ ഇറങ്ങിയ ഒരു ആയത്താണ് ലാ തുഹദ്ദിക് ബിഹി ലിസാനക ലിതഅജല ബിഹി. അത് സംബന്ധമായിട്ട് ഇബ്നു അബ്ബാസ് പറയാണ്, കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യുആലിജു മിന തൻസീൽ ശിദ്ദത്തൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖുർആൻ അവതരണത്തിൽ നിന്ന് അതിനോട് കൂടെ ശിദ്ദത്തിനെ ഒരു കാഠിന്യം, ഒരു വിഷമം, ശക്തമായ ഒരു വിഷമം അനുഭവിക്കുമായിരുന്നു. ഒക്കാനമായി ഹരിക്കു ഷഫത്തേഹി. ജിബ്രീൽ ഓതുമ്പം തന്നെ അത് കൂടെ ഓതുന്ന ആ ഷഫത്ത് ചുണ്ടിൻ്റെ അനക്കം കാണാമായിരുന്നു. അപ്പോൾ ധൃതി പിടിച്ചെന്താക്കും, അത് പഠിക്കണം മറന്നു പോകരുന്ന നിലക്ക് വളരെ വിഷമിച്ച് അത് കേൾക്കുകയും മനസ്സിലാക്കുകയും ഹിഫ്ളാക്കുകയും ഒക്കെ ചെയ്യണമല്ലോ. അത് ഈ ജിബ്രീലിൻ്റെ കൂടെ തന്നെ ആവണമെന്ന നിലക്ക് സഹിക്കുമായിരുന്നു. എന്നിട്ട് ഇബ്നു അബ്ബാസ് പറഞ്ഞു അന ഉഹരിക്കുഹുമാ ലക്കും, ഞാൻ നിങ്ങൾക്ക് എങ്ങനെയാണ് നബി ചുണ്ട് അനക്കിയിരുന്നതെന്ന് അനക്കി കാണിച്ചു തരാമെന്ന് പറഞ്ഞുകൊണ്ട് ഇബ്നു അബ്ബാസ് ചുണ്ട് അനക്കി കാണിച്ചു കൊടുക്കുമായിരുന്നു. ഇബ്നു അബ്ബാസിൽ റിവായത്ത് ചെയ്ത് സഈദ് റളിയല്ലാഹു അൻഹു ഇതുപോലെ തന്നെ അങ്ങനെ തന്നെ ചെയ്യുമായിരുന്നു തുടർന്ന് പറയുന്നുണ്ട്. അപ്പം ഇബ്നു അബ്ബാസ് പറയാണ്, ഞാൻ നിങ്ങൾക്ക് അനക്കുന്നത് കാണിച്ചു തരാമെന്ന് പറഞ്ഞുകൊണ്ട് ഹർറക ശഫത്തൈഹി, ചുണ്ട് അനക്കി കാണിച്ചു കൊടുത്തു. അപ്പോഴാണ് ഫഅൻസലല്ലാഹു തആല, അതായത് അള്ളാഹുനുള്ള തുഹദ്ദിക് ബിഹി ലിസാനക ലിതഅജല ബിഹി എന്ന് നബിയോട് അള്ളാഹു പറഞ്ഞല്ലോ. അതിൻ്റെ തുടർന്ന് കൊണ്ട് പിന്നെയും പറഞ്ഞു ഇന്ന അലൈന ജംഅഹു വ ഖുർആന. തങ്ങൾ വിഷമിച്ചുകൊണ്ട് അങ്ങനെ തിരക്ക് കൂട്ടി ബുദ്ധിമുട്ടാവേണ്ട ആവശ്യമില്ല. അതിൻ്റെ ജമ്മ്, ഖുർആനിൻ്റെ ജമ്മ്, അതിൻ്റെ ശേഖരണവും ഖുർആനും അതിൻ്റെ പാരായണവും ഒക്കെ തന്നെ നമ്മൾ ഏറ്റെടുത്തിരിക്കുന്നു. നമ്മുടെ മേൽ ബാധ്യതയാണ്. ജിബ്രീൽ ഓതി തന്നാൽ അത് കേട്ട് മനസ്സിലാക്കി ഹൃദിസ്ഥമാക്കേണ്ട ഉത്തരവാദിത്വം നമുക്കുണ്ട്. അത് മറന്നുപോകില്ല തങ്ങൾ ഒരിക്കലും. അതേ പ്രകാരം തന്നെ ഖുർആൻ മറ്റുള്ള ഇതുകൾ വായിക്കുന്നത് പോലെയല്ല, അതിന് ചില പാരായണ നിയമങ്ങളൊക്കെ ഉണ്ട്. അതനുസരിച്ച് കൊണ്ട് തന്നെ പാരായണം ചെയ്ത് ജിബ്രീൽ കേൾപ്പിക്കും. അത് നിങ്ങളുടെ മനസ്സിൽ നിലനിർത്തും നമ്മൾ. അതിൻ്റെ ഉത്തരവാദിത്വം നമുക്കാണ് എന്നാണ് പറഞ്ഞത്. അതാണ് കാല ജംഉഹു ലക ഫീ സദ്രിക വതഖറഅഹു. തങ്ങളുടെ ഹൃദയത്തിൽ അതിനെ ഒരുമിച്ച് കൂട്ടിത്തരും, അതിൻ്റെ ഓത്തിൻ്റെ വിവരണവും നൽകും. അതുകൊണ്ട് ഫൈദാ ഖറഅനാഹു ഫത്തബിഇ ഖുർആന. നമ്മൾ അതിനെ ഓതി കേൾപ്പിച്ചാൽ തങ്ങളത് കേൾക്കുക, എന്നിട്ട് ആ പാരായണത്തെ പിന്തുടർന്നുകൊണ്ട് തങ്ങൾ ഓതുക. അതാണ് ഫസ്തമി ലഹു വ അൻസിത് സുമ്മ ഇന്ന അലൈന ബയാന സുമ്മ ഇന്ന അലൈന അൻ തഖറഅഹു. പിന്നെ എങ്ങനെ ഓതണം എന്നുള്ളതും അതിൻ്റെ സാധ്യതകളും സാരങ്ങളും ഒക്കെ തന്നെ നമ്മൾ തങ്ങൾക്ക് വിവരിച്ചു തരും. അപ്പോൾ ഖുർആൻ ഇന്നാ നഹ്നു നസ്സൽന ദിക്റ വ ഇന്നാ ലഹു ലഹാഫിളൂൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഖുർആൻ നമ്മൾ ഇറക്കി, അത് സൂക്ഷിക്കേണ്ട ഉത്തരവാദിത്വം നമുക്കാണെന്ന് അല്ലാഹു തആല പറഞ്ഞിട്ടുണ്ട്. നമ്മളത് സൂക്ഷിക്കും. എന്നതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഓതി കേൾപ്പിക്കുന്നത് അത് ഹൃദിസ്ഥമാക്കുന്നതും
അതിൻ്റെ പാരായണ നിയമങ്ങളൊക്കെ തന്നെ അള്ളാഹുവിൻ്റെ ഭാഗത്തു നിന്നുള്ളതാണ്. അത് അള്ളാഹുവിൻ്റെ ഉത്തരവാദിത്വം ഏറ്റിരിക്കുന്നു. അങ്ങനെ റസൂലിൻ്റെ വിഷമിക്കേണ്ടതില്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ കാര്യത്തിൽ ഒട്ടും വിഷമം അനുഭവിക്കേണ്ടതില്ല എന്ന് നബിയെ സമാധാനിപ്പിക്കുന്നതാണ്. ഈ ആയത്ത് ഇറങ്ങിയതിന് ശേഷം ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബഅദ ദാലിക ഇദാ അതാഹു ജിബ്രീൽ ഇസ്തമഅ. ജിബ്രീൽ വന്ന് പറഞ്ഞാൽ അത് കേൾക്കും. ഫൈദൻ തലക ജിബ്രീൽ പോയാൽ ഖറഅഹു നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കമാ ഖറഅഹു, അതുപോലെ നബി ഓതും, ജനങ്ങൾക്ക് ഓതി കേൾപ്പിക്കുകയും ചെയ്യും എന്നാണ്. ഇതേ പ്രകാരം തന്നെ വലാ തഅജൽ ബിൽ ഖുർആനി മിൻ ഖബ്ലി അൻ യുഖ്ളാ ഇലൈക വഹ്യു എന്ന് താഹ സൂറത്ത് 114 പറയുന്നുണ്ട്. അതിൻ്റെയും ആശയം ഇത് തന്നെയാണ്. ഇതാണ് ഈ ഹദീസിൻ്റെ സാരം. ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്ത ആളുകൾ മൂസ ബിൻ ഇസ്മായിലാണ്. അദ്ദേഹം മൂസ അബൂ സലമത്ത് ബിൻ ഇസ്മായിലിൽ മിങ്കരി, നിസ്ബത്തുൻ ഇലാ മിങ്കരി ബിൻ ഉബൈദിൽ ഹാഫിൽ. മിങ്കർ ബിൻ ഉബൈദ് എന്ന് പറയുന്ന ആൾ അവരുടെ നിസ്ബയിൽ വരുന്നുണ്ട്. ആ ആളിലേക്ക് ചേർത്തുകൊണ്ടാണ് മിങ്കരി എന്ന് പറഞ്ഞിരിക്കുന്നത് അദ്ദേഹമാണ്. അദ്ദേഹം 223 റജബ് മാസം ബസറയിൽ വഫാത്തായ ആളാണ്. അദ്ദേഹം റിവായത്ത് ചെയ്യുന്നത് അബൂ അവാനയിൽ നിന്നാണ്. അബൂ അവാനയുടെ പേര് അൽ വല്ലാഹ് ബിനു അബ്ദില്ലാഹിൽ യഷ്കുരി. 196 വഫാത്തായ അബൂ അവാനയിൽ നിന്നാണ്. അദ്ദേഹം റിവായത്ത് ചെയ്യുന്നത് മൂസ ബിനു അബി ആയിഷ അബുൽ ഹസൻ അൽ കൂഫിൽ ഹംദാനി എന്ന് പറയുന്ന ആളിൽ നിന്നാണ്. അദ്ദേഹം റിവായത്ത് ചെയ്യുന്നത് സഈദ് ബിൻ ജുബൈർ ബിൻ ഹിഷാം ബിൽ കൂഫിൽ അസദി എന്ന് പറയുന്ന മഹാനിൽ നിന്നാണ്. ഖത്തലഹുൽ ഹജ്ജാജ് ഫി ഷഅബാൻ സനത്ത് 96 ഷഅബാൻ മാസത്തിൽ ഹജ്ജാജ് കൊന്നുപോയ ആളാണ് സഈദ് ബിൻ ജുബൈർ. അദ്ദേഹത്തെ കൊന്നതിന് ശേഷം പിന്നീട് ഒരാളെയും ഹജ്ജാജിന് കൊല്ലേണ്ടി വന്നില്ല. കാരണം അതിനുശേഷം അധികം അദ്ദേഹം ജീവിച്ചില്ല എന്ന് പറയുന്നുണ്ട്. അവർ റിവായത്ത് ചെയ്യുന്നത് പ്രധാനപ്പെട്ട സ്വഹാബി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു. റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പിതൃവ്യൻ അബ്ബാസ് റളിയല്ലാഹുവിൻ്റെ മകൻ അബ്ദുള്ളയാണ് ഇബ്നു അബ്ബാസ്. മഷൂറാണ്. അഹദുൽ അബാദിലത്തിൽ 4 അബ്ദുള്ളമാരാണ് സഹാബാക്കളിൽ പ്രഗത്ഭരായ അബ്ദുള്ളമാർ. അവരിൽ ഒരാളാണ്. ഒന്ന് അബ്ദുല്ലാഹി ബിൻ ഉമർ. ഹദീസിൻ്റെ കിതാബുകൾ നിറഞ്ഞു കാണുന്ന ആളാണ് അബ്ദുല്ലാഹി ബിൻ ഉമർ. മുത്തബി സുന്ന, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിനെ അതേ വിധി അനുധാവനം ചെയ്യുന്ന ഒരു മഹാനാണ്. മുത്തബി സുന്ന എന്ന പേര് ലഭിച്ച ആളാണ് അബ്ദുല്ലാഹി ബിൻ ഉമർ. രണ്ടാമത്തെ ആളാണ് അബ്ദുല്ലാഹി ബിൻ അബ്ബാസ് എന്ന് പറയുന്ന ഈ മഹാൻ. മൂന്നാമത് അബ്ദുല്ലാഹി ബിൻ മസ്ഊദ്, നാലാമത് അബ്ദുല്ലാഹി ബിൻ സുബൈർ. ഇവരിൽ പ്രധാനിയായ ആളാണ്. വളരെയധികം കാലം ജീവിച്ചു. കണ്ണ് കാണാതെയൊക്കെ ആയി. തായിഫിൽ വെച്ച് ഹിജ്റ 68 ഇബ്നു അബ്ബാസിൻ്റെ വഫാത്ത്. അദ്ദേഹത്തിന് അന്ന് 71 വയസ്സുണ്ടായിരുന്നു. സുബൈർ ബിൻ അവാമിൻ്റെ മക്ക ഭരണകാലത്താണ് അദ്ദേഹത്തിൻ്റെ വഫാത്തുണ്ടായത്. ഇതാണ് ഹദീസിൻ്റെ പരമ്പര. ഇനി നമുക്ക് 6ാമത്തെ ഹദീസിലേക്ക് കടക്കാം. റമദാൻ മാസത്തിൽ ഖുർആൻ ഇറങ്ങൽ തുടങ്ങി. അത് വലിയ ഒരു സംഭവമായതുകൊണ്ട് തന്നെ പരിശുദ്ധ റമദാനിനെ അല്ലാഹു തആല ആദരിച്ചു. അതിറങ്ങിയ രാത്രിയെ ലൈലത്തുൽ ഖദർ 1000 മാസത്തേക്കാൾ ഉത്തമമായ ദിവസമാക്കി. ഈ നിലക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ദിവസത്തെയും മാസത്തെയും ഒക്കെ ആദരിച്ചു. ഇത് ആ ഒരു വർഷം മാത്രമല്ല, എല്ലാ കൊല്ലവും ആഘോഷം ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അതിലേക്ക് ഒന്നുകൂടെ കരുത്ത് നൽകുന്ന ഹദീസാണ് 6ാമത്തെ ഹദീസ്. ചില പുത്തൻ പ്രസ്ഥാനക്കാരൊക്കെ പറയാറുണ്ട്, വാർഷികാഘോഷം എന്ന് പറയുന്നത് അത് അന്ന് കഴിഞ്ഞില്ലേ, എല്ലാ വർഷവും അത് വേണ്ടതില്ലല്ലോ എന്ന്. എന്നാൽ റമദാൻ മാസത്തിൻ്റെ പുണ്യവും അതിൻ്റെ ആഘോഷവും ഒക്കെ എല്ലാ കൊല്ലവും തിരിച്ചു വരേണ്ടതില്ലല്ലോ എന്ന് പറയാം. അങ്ങനെയല്ല, എല്ലാ കൊല്ലവും തിരിച്ചു വരുന്നു.
എല്ലാ കൊല്ലവും അതിൻ്റെ സ്മരണ പുതുക്കിക്കൊണ്ട് തന്നെയാണ് പരിശുദ്ധ റമദാൻ എല്ലാ കൊല്ലവും നമ്മളിലേക്ക് കടന്നു വരുന്നത് എന്നുകൂടെ മനസ്സിലാക്കാം. ഹദ്ദസന അബ്ദാനു ഖാല അഖ്ബറന അബ്ദുല്ലാഹി ഖാല അഖ്ബറന യൂനുസു അനി സുഹരി വഹദ്ദസന ബിശ്ർ ബിൻ മുഹമ്മദിൻ ഖാല അഖ്ബറന അബ്ദുല്ലാഹ് ഖാല അഖ്ബറന യൂനുസു വമഅ്മറുൻ അനി സുഹരി നഹ്വഹു ഖാല അഖ്ബറനി ഉബൈദുല്ലാഹി ഇബ്നു അബ്ദില്ലാഹ് അൻ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹും ഖാൽ കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അജ്വദൻ നാസി വകാന അജ്വദു മാ യകൂനു ഫീ റമളാന ഹീന യൽഖാഹു ജിബ്രീൽ വകാന യൽഖാഹു ഫീ കുല്ലി ലൈലത്തിൻ മിൻ റമളാന ഫയുദാരിസുഹുൽ ഖുർആൻ ഫല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അജ്വദു ബിൽ ഖൈരി മിനർ റീഹിൽ മുർസല സദഖ റസൂലുള്ളാഹി. ഈ പരമ്പരയിലെ അബ്ദാൻ അദ്ദേഹം അബ്ദുല്ലാഹിബിൻ ഉസ്മാൻ ജബില്ല അൽ അത്തക്കി അൽ മർവസി ഹിജറ 221 76 വയസ്സിൽ വഫാത്തായ മഹാനാണ്. അദ്ദേഹം റിവായത്ത് ചെയ്യുന്നത് അബ്ദുല്ലാഹിബിൻ മുബാറക്കിൽ നിന്നാണ്. അബ്ദുല്ലാഹിബിൻ മുബാറക് ബിൻ വാദിഹിൽ ഹൻലലി തമീമി അദ്ദേഹം താബിഈങ്ങളിൽപ്പെട്ട ആളാണ്. ഹിജറ 181 വഫാത്തായ ആളാണ്. വലിയ സിഖത്തായിരുന്നു എന്നെല്ലാവരും ഇത്തിഫാക്ക് ചെയ്ത മഹാനാണ്. അദ്ദേഹം യൂനുസ് ബിൻ യസീദ് അദ്ദേഹത്തിൽ നിന്നാണ് റിവായത്ത് ചെയ്യുന്നത്. അത് ഇവിടെയാണ് അനി സുഹരി യൂനുസ് റിവായത്ത് ചെയ്യുന്നത് സുഹരിയെ തൊട്ടാണ്. അതിനുശേഷം എന്ന് പറയുന്ന ഒരക്ഷരം വന്നിട്ടുണ്ട്. ഇത് ഇമാം ബുഖാരി തങ്ങളുടെ പല റിവായത്തിലും അങ്ങനെ വരാറുണ്ട്. എന്ന് വച്ചാൽ അത് തഹ്വീൽ എന്നതിൻ്റെ സൂചനയാണ് എന്നാണ് മനസ്സിലാക്കേണ്ടത്. തഹ്വീൽ അതായത് ഒരു പരമ്പരയിൽ നിന്ന് മറ്റൊരു പരമ്പരയിലേക്ക് ചേഞ്ചാണ്. ഇതുവരെ ഇമാം ബുഖാരിയുടെ ഉസ്താദ് അബ്ദാനായിരുന്നു. എന്നാൽ രണ്ടാമത്തെ ഒരു സനദ് കൂടെ ഇസ്നാദ് കൂടെ ബുഖാരിക്കുണ്ട്. അതാണ് വഹദ്ദസന. അവിടെ വാവിട്ട് പറഞ്ഞു, അതുകൊണ്ടാണ് വഹദ്ദസന. ഹദ്ദസന അബ്ദാൻ അങ്ങനെ പറഞ്ഞിട്ടുണ്ട്, അങ്ങനെ റിവായത്തുണ്ട്. എന്നാൽ ബിശ്ർ ബിൻ മുഹമ്മദിൻ എന്ന് പറയുന്ന ആളും എന്താക്കിയിട്ടുണ്ട്, വേറെ ഒരു പരമ്പരയിൽ കൂടെ എന്നോട് പറഞ്ഞിട്ടുണ്ട് എന്നാണ് പറയുന്നത്. പിന്നെ കാല അഖ്ബറന അബ്ദുള്ള, അതിൻ്റെ രണ്ടാമത്തെ റാവി അബ്ദുല്ലാഹി മുബാറക്ക് തന്നെ. മൂന്നാമത്തേത് അഖ്ബറന യൂനുസ്, മേലെ പറഞ്ഞതും അങ്ങനെ തന്നെ, യൂനുസ് തന്നെ. പക്ഷേ ഇവിടെ മഅ്മറുന്നുണ്ട്. ആദ്യത്തേൽ അബ്ദുല്ലാഹി മുബാറക്കിൻ്റെ പരമ്പര യൂനുസിൽ നിന്ന് മാത്രമാണ്. എന്നാൽ ഇവിടെ യൂനുസിൽ നിന്നും മഅ്മറിൽ നിന്നും അബ്ദുല്ലാഹി മുബാറക്ക് റിവായത്ത് ചെയ്യുന്നുണ്ട്. അതാണ് തഹ്വീൽ. 2 സനദാണ്. അനി സുഹരി നഹ്വഹു ഖാല അഖ്ബറനി ഉബൈദുല്ലാഹ്. സുഹരി എന്ന് പറഞ്ഞാൽ മുഹമ്മദ് ബിൻ മുസ്ലിം ബിൻ ശിഹാബാണ്. ബിശ്ർ ബിൻ മുഹമ്മദ് സിഖ്തിയാനി 224 വഫാത്തായ ആളാണ്. രണ്ടാമത്തെ സനദിൽ കൂടെ രണ്ടാമത്തെ സനദിൻ്റെ ആൾ ഉസ്താദ്, ബുഖാരിയുടെ ഉസ്താദ്. അതാണ് മനസ്സിലാക്കേണ്ടത്. ഇത് എല്ലായിടത്തും വരാറുണ്ട്. എന്നാണ് ഷെയ്ഖുന അത് നമുക്ക് പോയി തരുവും പറയാറ്. എന്ന് ഒരു നല്ല ഒരു പറയും. അതിൻ്റെ അർത്ഥം അതാണ്. ഇബ്നു അബ്ബാസിൽ നിന്നാണ് റിവായത്ത്. ഖാൽ കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അജ്വദൻ നാസി. പൊതുവേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഏറ്റവും വലിയ ഉദാരനായിരുന്നു. എന്തുണ്ടെങ്കിലും തനിക്ക് സൂക്ഷിച്ചു വെക്കാതെ, നാളേക്ക് സൂക്ഷിച്ചു വെക്കാതെ വരുന്നതൊക്കെ എടുത്തു കൊടുക്കുമായിരുന്നു. അങ്ങനെ ഒരുപാട് റിവായത്തുകളുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ദിവസം പള്ളിയിൽ നിന്ന് തിരക്കിട്ട് ഓടി നിസ്കരിച്ച് കഴിഞ്ഞ ഉടനെ അപ്പോൾ എന്താണെന്ന് ചോദിച്ചപ്പം വന്ന പണത്തിൽ നിന്ന് അല്ലെങ്കിൽ പൊന്നിൽ നിന്ന് വെള്ളിയിൽ നിന്ന് കുറച്ചവിടെ ബാക്കിയുണ്ടായിരുന്നു. അപ്പം അത് കൊടുത്ത് തീർക്കാത്തത് കൊണ്ട് അത് പെട്ടെന്ന് തീർക്കണം എന്ന നിലയ്ക്ക് വേഗം പള്ളിയിൽ നിന്ന് ഓടിപ്പോയതാണെന്നൊക്കെ പറഞ്ഞ സംഭവങ്ങളുണ്ട്. അപ്പം അത്രത്തോളം
ജൂത് ചെയ്യുന്ന ആളാണ്, ധർമ്മം ചെയ്യുന്ന ആളാണ്. വക്കാന അജ്വദുമായ കൂനുഫി റമദാൻ, എന്നാൽ റമദാൻ മാസത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഏറ്റവും കൂടുതൽ ജൂത് ചെയ്യും. അതെന്താ? റമദാനിലാകുമ്പം റമദാൻ മനുഷ്യൻ്റെ മനസ്സ് കുറേം കൂടെ ഉദാര മനസ്സ് ഉണ്ടാകുന്ന ഒരു സമയമാണ്, അള്ളാഹുവിലേക്ക് അടുക്കുന്ന സമയമാണ്, ഖുർആൻ ഇറങ്ങിയ മാസമാണ് എന്ന് മാത്രമല്ല ഹീന യൽക്കാഉ ജിബ്രീൽ അലൈഹിസ്സലാം എന്ന മലക്കിനെ കാണുന്ന സമയത്ത് റസൂലുള്ളാഹിക്ക് വലിയ സന്തോഷമാണ്. അള്ളാഹുവിൻ്റെ അടുക്കൽ നിന്നുള്ള സന്ദേശവുമായി വരികയാണല്ലോ. അപ്പം ആകാശവും ഭൂമിയും തമ്മിലുള്ള ബന്ധമാണ്, ആ ബന്ധത്തിൻ്റെ സമയമാണ്. നേരം റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ ആവേശവും ഉന്മേഷവും ഉണ്ടായിരിക്കും, സൽക്കർമ്മങ്ങൾ ചെയ്യാൻ വളരെ താല്പര്യമുണ്ടായിരിക്കും. ആകാശഭൂമിയുടെ ബന്ധം ബഹുമാനപ്പെട്ട ഉമ്മു ഐമൻ റളിയല്ലാഹു അൻഹ, റസൂലുള്ളാഹിൻ്റെ പോറ്റുമ്മ എന്ന് പറയപ്പെടുന്ന ഉമ്മു ഐമൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായതിനു ശേഷം അബൂബക്കർ സിദ്ദീഖും ഉമർ റളിയല്ലാഹു കൂടെ പറഞ്ഞു, നമ്മളൊന്ന് ഉമ്മനെ പോയി കാണുക, വളരെ വിഷമത്തിലാണല്ലോ റസൂലുള്ളാഹി വഫാത്തായതിൻ്റെ പേരിൽ, ഒന്ന് തഅസിയത്താക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ പോയി ചെന്നപ്പം ഉമ്മ കരയുകയാണ്, ഉമ്മ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഇവർ ചോദിച്ചു, അല്ല ഉമ്മ, അള്ളാഹുവിൻ്റെ റസൂല് ഇവിടുത്തേനേക്കാൾ ഹൈറായ സ്ഥലത്തേക്കാണ് പോയതെന്ന് നിങ്ങൾക്കറിയാമല്ലോ, പിന്നെ എന്തിനാണ് നിങ്ങൾ ഇങ്ങനെ വിഷമിക്കുന്നത്, കരയുന്നത്? അപ്പോൾ ഉമ്മ ഐമൻ റളിയല്ലാഹു അൻഹ പറഞ്ഞു, ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായത് കൊണ്ടല്ല കരയുന്നത്, അതെനിക്കറിയാം, എല്ലാവരും മരിക്കും. എന്നാൽ ആകാശവും ഭൂമിയും തമ്മിലുള്ള ബന്ധം മുറിഞ്ഞു പോയല്ലോ എന്നതാണ്. ആ വാക്കൊരു കനപ്പെട്ട വാക്കാണ്, ഗൗരവമുള്ള വാക്കാണ്. ആകാശവും ഭൂമിയും തമ്മിലുള്ള ബന്ധം മുറിഞ്ഞ് വിച്ഛേദിക്കപ്പെട്ടു പോയല്ലോ. ആകാശത്തിനുള്ള ബന്ധം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹയാത്ത് കാലത്ത് അതൊരു വലിയൊരു ബന്ധം തന്നെയായിരുന്നു. ആകാശവും ഭൂമിയും അള്ളാഹുവും പ്രവാചകരും തമ്മിലുള്ള ബന്ധം, ജിബ്രീൽ സന്ദേശം കൊണ്ടുവരിക. അപ്പം അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതത്തിൽ കാണാമായിരുന്നു. ജിബ്രീലിനെ കാണുന്ന സമയത്ത് വളരെ ഉന്മേഷവും വളരെ ജോലി ചെയ്യുന്ന ആളുമായിരുന്നു. വക്കാന യൽക്കാഹു ഫീ കുല്ലി ലൈലത്തിൻ മിൻ റമദാൻ, റമദാൻ ആയാൽ എല്ലാ രാത്രിയും ജിബ്രീൽ വരും, ജിബ്രീലുമായിട്ട് കണ്ടുമുട്ടും. എന്നിട്ടോ ഫൈദാരിസുഹുൽ ഖുർആൻ തമ്മിൽ മുദാറസത്ത് നടത്തും, ചർച്ച ചെയ്യും, അല്ലെങ്കിൽ തദ്രീസ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഓതി കേൾപ്പിച്ച് കൊടുക്കും. ജിബ്രീൽ അലൈഹിസ്സലാം അത് കേട്ട്, അത് ശ്രദ്ധിച്ച് കേട്ട് അതിലെ തെറ്റുകുറ്റങ്ങളില്ലാത്ത രൂപത്തിൽ അംഗീകരിച്ച് കൊടുക്കും. ഇതെന്തിനാന്ന് ചോദിച്ചാൽ, നേരത്തെ പറഞ്ഞിട്ടുണ്ട് നമ്മൾ, ഖുർആൻ്റെ സംരക്ഷണം നമ്മൾ ഏറ്റെടുത്തിരിക്കുന്നു, അത് ഇനി ഒരിക്കലും എന്താക്കൂല, മറക്കൂല എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ അതെല്ലാ റമദാനിൽ വരുന്നത് എന്താ, റമദാനിലാണ് ആദ്യം ഇറങ്ങിയത്, അതുകൊണ്ട് തന്നെ അതിൻ്റെ ആ പുണ്യം. അങ്ങനെ ആ നിലക്ക് റമദാൻ, പരിശുദ്ധ റമദാനിൽ ജിബ്രീൽ അലൈഹിസ്സലാം എന്ന മലക്ക് എല്ലാ ദിവസവും രാത്രിയും വന്നുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഖുർആൻ മുദാറസത്ത് ചെയ്യുമായിരുന്നു. പല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അജ്വദ് ബിൽ ഖൈരി മിന തീഹിൽ മുർസല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നല്ല കാര്യങ്ങളെ കൊണ്ടൊക്കെ ഏറ്റവും ഉദാരനായിരുന്നു, അടിച്ചു വീശുന്ന കാറ്റിനേക്കാൾ, തുടർച്ചയായി അടിച്ചു വീശുന്ന കാറ്റിനേക്കാൾ. ഇങ്ങനെ അടിച്ച് മുർസല എന്ന് പറഞ്ഞാൽ മുത്തലക്ക, ഒരു മുറിയാതെ അടിച്ചു വീശുന്ന കാറ്റിനേക്കാൾ കൂടുതൽ ഖൈറിങ്ങനെ ജോലി ചെയ്യുമായിരുന്നു എന്ന്. ഇത് നമ്മൾ മനസ്സിലാക്കേണ്ടത് പരിശുദ്ധ റമദാനിൽ അതിൻ്റെ ആ ഖുർആനുമായി ബന്ധപ്പെട്ട സംഗതി തന്നെയാണ്. അതാണ് ജിബ്രീൽ വന്നിട്ട് അത് മുദാറസത്ത് ചെയ്ത് നിലനിർത്തുന്നു എന്നുള്ളത്. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ തന്നെയാണ്. പരിശുദ്ധ ഖുർആന് എപ്പോഴും നമ്മൾ ഓതണം, എന്നാൽ റമദാൻ മാസത്തിൽ കൂടുതൽ ഓതിക്കൊണ്ട് അതുമായിട്ട് അടുക്കണം, അത് പ്രാവർത്തികമാക്കണം എന്നുള്ള ഒരു പാഠം കൂടിയാണ് ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കാനുള്ളത്.